അസ്സലാമലൈക്കും. നമ്മൾ 11ാമത്തെ നോമ്പിൻ്റെ പൊരിശയിലാണ്. അത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു അടിപൊളി റെസിപ്പി ആദ്യം തന്നെ നോക്കാം കേട്ടോ. മോമോസാണ്. ഞാനിതാ ഇത്രയും ഐറ്റംസ് ഞാൻ ഓവർ വലിച്ചു നീട്ടാനുള്ള വിചാരിച്ചിട്ടാണ് ഇത്രയും സംഭവങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലൊരു തീന് നമ്മൾ തയ്യാറാക്കിയെടുക്കണം. ഈ തീന് ഓവർ വാടി കുഴഞ്ഞ് ഒന്നും പോവണ്ട കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മോമോസിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സോസ് തയ്യാറാക്കിയെടുക്കാം. അതിന് സൺഫ്ലവർ ഓയിലും പിന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതും പിന്നെ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമ്മൾ വയറ്റി കൊടുക്കുക. ഓവർ ഇങ്ങനെ വയറ്റി കുഴഞ്ഞ് വരുമൊന്നും വേണ്ട. പിന്നെ അത്യാവശ്യം സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുക. ഈ മോമോസിൽ സ്പ്രിംഗ് ഓണിയൻ ആഡ് ഓൺ ചെയ്യുമ്പം ഒരു പ്രത്യേക നമുക്ക് കഫേന്നൊക്കെ കിട്ടുന്നപ്പോൾ അതായത് നമ്മൾ പുറത്ത് പോയി കഴിക്കുന്നതിൻ്റെ അതേ ഒരു രുചി നമുക്ക് വരും കേട്ടോ. പിന്നെ കുറച്ച് സോയാ സോസും വിനേഗറും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ തിളച്ച് കുറുകി എണ്ണ ഊറിയ പോലെ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു രീതി വരുന്നത് കേട്ടോ. അല്ലാതെ ഓവർ സോസായിട്ട് കുഴഞ്ഞ് നിൽക്കുകയൊന്നുമില്ല. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ നേരത്ത് അത്യാവശ്യം സോസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമ്മളെ മോമോസിൻ്റെ സോസ് റെഡിയാണ്. പിന്നെ ഈ തീന് നമുക്ക് ഇതിപ്പം പച്ചയിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ക്യാരറ്റും ക്യാബേജും ഉള്ളിയും ചിക്കനും ഇട്ട് ചെയ്യുന്നതുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മൾ മാവ് കുഴച്ചെടുക്കും. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്ന പോലെ അതിൽ അത്യാവശ്യം ഒരു അര കപ്പോളം കോൺഫ്ലവറും കൂടിയും ആഡ് ഓൺ ചെയ്താൽ നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമ്മളിതുപോലെ നമുക്ക് ആവശ്യമുള്ള റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ മോമോസൊക്കെ കഫേയിൽ പോയി കഴിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ ഒരു രൂപത്തിലായിരിക്കും അല്ലേ. നമുക്ക് മോമോസ് എന്ന് പറയുമ്പം ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെപ്പോഴും കാണുന്നതും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതും ഒക്കെ ആ ഒരു എന്താ പറയുക ആ ഒരു രസം കാണാനൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഒരു ചാക്ക് മോഡൽ ചെയ്തെടുക്കാം. നമ്മൾ ജസ്റ്റ് ഇതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ വേറെ ഒരു രീതിയിൽ അതായത് കോണായിട്ട് ഇങ്ങനെ ഒരു ചാക്ക് പോലെ ആക്കിയിട്ടും പിന്നെ ജസ്റ്റ് ഒന്ന് മടക്കുന്നത് പോലെ മടക്കി കൊടുത്തിട്ട് കണ്ടതാ മടക്കിയിട്ട് നമ്മൾ ഒറ്റ മടക്കിയിട്ട് പിന്നെ ഒന്നിങ്ങനെ റൗണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഒരു ചാക്ക് രൂപേണ കിട്ടും ചെയ്യും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതൊക്കെ മെടഞ്ഞെടുക്കാം. പിന്നെ ഷേപ്പിലല്ലല്ലോ കാര്യം, ടേസ്റ്റിലാണല്ലോ അല്ലേ. പിന്നെ മോമോസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഷേപ്പിൽ കഴിക്കുമ്പോഴാണ് ഒരു രസം അല്ലേ. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് അങ്ങനെ കഴിക്കുമ്പോഴായിരിക്കും ഒന്നുകൂടെ രസം വരിക. കണ്ടോ ഇതുപോലെ ഒരു റോസാപ്പൂ ഒരു ചാക്ക് പോലെയൊക്കെ നമുക്ക് ഇടാക്കി കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കുക്ക് ചെയ്യുന്ന നമുക്ക് എപ്പോഴാണ് നമ്മളിപ്പോൾ നോമ്പെറുക്കാനാണല്ലോ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ഓവർ നേരത്തെ കുക്ക് ചെയ്ത് വെക്കൊന്നും വേണ്ട. ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്ത് എടുത്താൽ മാത്രം മതി. അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മോമോസ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ ചെയ്തത് നെയ്സ് പത്തിരി, കോഴിക്കറി ഉണ്ട്, പിന്നെ ബീഫ് എന്താ പറയുക ബീഫ് പൊരിച്ചതും ഉണ്ട്, ബീഫ് വരട്ടിയതും ഉണ്ട് കേട്ടോ. അത് നമുക്ക് വീട്ടിലാരോ കൊണ്ടു തന്നപ്പം അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇവർക്ക് അത്താഴത്തിനൊക്കെ ഇവിടെ അത്താഴത്തിനൊക്കെ കഴിക്കുന്നത് ചോറായിരിക്കും കേട്ടോ. ചോറും കറിയും എന്തെങ്കിലും പൊരിച്ചതും ആയിരിക്കും. അപ്പോൾ അതിലേക്കൊക്കെ കണക്കാക്കിയിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കാറും. പിന്നെ ഇന്ന് നെയ്സ് പത്തിരി അല്ല, നമ്മളെ കട്ടിപ്പത്തിരി ഉണ്ടല്ലോ, കുറച്ച് നെയ്സ് പത്തിരി തന്നെ കുറച്ച് കട്ടിയായിട്ട് ചെയ്തെടുക്കുമല്ലോ, അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ബീഫ് വെള്ളത്തിൽ ആദ്യം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് കായം തേച്ചിട്ട് നമ്മൾ കുറുക്കിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ. എന്തെന്നായാലും നിങ്ങൾ ഈ ഒരു മോമോസിൻ്റെ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഫ്രൂട്ട്സും പിന്നെ എന്താ പറയുക കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു, അതും ഒന്ന് പൊരിച്ചു കൊടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല തകൃതിയായ കാറ്റും ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇന്നലത്തെ ഒരു നോമ്പ് സ്റ്റാർട്ടായത് കേട്ടോ. മക്കളൊക്കെ കസേര കയറിയിരിക്കുന്നുണ്ട്, എന്നെ ഔട്ടാക്കിയിട്ടുണ്ട്. ഞാനെന്തായാലും എനിക്ക് നോമ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ സോസൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് തട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ സോസൊക്കെ ഒഴിച്ചെങ്ങാണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഒരു കഫേയിലൊക്കെ പോയിരുന്ന് കഴിക്കുന്ന ആ ഒരു പ്രതീതി തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തതായി കാണാവേ.